ഒരു മനുഷ്യന് 3 തരം പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറയാറുണ്ട്. ഒന്ന്, അവൻ്റെ ഇന്നർ സെൽഫ് എന്ന പേഴ്സണാലിറ്റി, അവനു മാത്രം അറിയുന്ന ചിന്തകൾ, മറ്റാർക്കും അറിയാത്ത ചിന്തകൾ. രണ്ടാമത്തത്, അവൻ്റെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ചങ്ങാതികൾക്കും മാത്രം അറിയുന്ന രണ്ടാമത്തെ ഒരു പേഴ്സണാലിറ്റി. ഇനി മൂന്നാമതൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അതാണ് ലോകരുടെ മുന്നിൽ അവൻ എങ്ങനെയാണ് തന്നെ കാണേണ്ടതെന്ന് തീരുമാനിച്ച് ഔപചാരികമായി പ്രദർശിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും അതാണ് കാണുന്നത്. രാഷ്ട്രീയക്കാരഖിലം, സെലിബ്രിറ്റി അടക്കം ഒരുപാട് മനുഷ്യർ ഔപചാരികതയോടെ പുറത്തു വന്ന് എന്നെ ഇങ്ങനെ കാണണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് അഭിനയിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അവരെ അനുഭവിക്കാൻ പറ്റുക. അതായത് അങ്ങനെ അനുഭവിക്കുന്നതല്ല അവർ യഥാർത്ഥത്തിൽ അവരെ അറിയണമെങ്കിൽ അവരെ ഏറ്റവും അടുത്തുള്ളവരോട് ചോദിക്കണമെന്ന് പറയും. അതിനുമപ്പുറം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളാകുന്നൊരു പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മുടെ ചിന്തകൾ ആരോടും പറയാത്തത്, മക്കളോട് പറയാത്തത്, ഭാര്യയോട് പറയാത്തത്, ചങ്ങാതികളോട് പറയാത്തത്. നമ്മൾ ആരാണ് എന്നറിയാൻ, അവരെങ്ങാനും അതറിഞ്ഞാൽ നമ്മളോടുള്ള എല്ലാ മതിപ്പും നഷ്ടപ്പെടും നമ്മൾ ചിന്തിക്കാറില്ലേ? അവിടെ നാം നമ്മളോട് തന്നെ വിചാരണ നടത്തണം. നീ ശരിയാണോ? ദാറ്റ് ഈസ് സെൽഫ് റെസ്പെക്റ്റ്. നിന്റെ ചിന്തകൾ, നിന്റെ പ്രവർത്തികൾ, ആരുമില്ലാത്തപ്പോൾ നീ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഒരു വേർത്തി പേഴ്സണായി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അഭിനന്ദിക്കാനും ഒരു സെൽഫ് എസ്റ്റീം എടുക്കാനും അതുവഴി നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് പ്രൗഡ് ഉണ്ടാകാനും സാധ്യമാവുന്നത്.